നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. നിയന്ത്രണ വിധേയമല്ലാത്ത കാര്യങ്ങളിൽ എന്താകണം നമ്മുടെ പ്രതികരണം? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അയാൾ വലയുമായി കടൽ തീരത്തെത്തിയതായിരുന്നു. അപ്പോഴാണ് ചെങ്കുത്തായ പാറക്കെട്ടിന് മുകളിൽ ഒരു ചെറുപ്പക്കാരൻ തനിച്ചിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാളുടെ മനസ്സിൽ അശുഭചിന്തകൾ കടന്നു വന്നു. അയാൾ ആ ചെറുപ്പക്കാരനടുത്തെത്തി. ചോദ്യങ്ങൾക്കൊന്നും മിണ്ടാതെ തലയും താഴ്ത്തി ആ ചെറുപ്പക്കാരൻ നിന്നു. കടലിലേക്ക് വരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്ന് അയാൾ തലയാട്ടി. അയാൾ ആ ചെറുപ്പക്കാരനെയും കൊണ്ട് കടലിലേക്ക് യാത്രയായി. ആഴക്കടലിൽ പോയി തിരിച്ചു വരുന്ന വഴി കാറ്റും മഴയും വലിയ തിരമാലകളും ഉണ്ടായി. അയാൾ തന്റെ വഞ്ചിയെ അതിവിദഗ്ധമായി നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ചെറുപ്പക്കാരൻ മരിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഈ നിമിഷത്തിൽ ജീവിക്കാനും ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനും അതിയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം കാറും കോളും അവസാനിച്ചു. കടൽ ശാന്തമായി. ചെറുപ്പക്കാരൻ അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് മനസാന്നിധ്യത്തോടെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? തിരിച്ചയാൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഈ കാറ്റിനെ നമുക്ക് പിടിച്ചുകെട്ടാൻ സാധിക്കുമോ? തിരമാലകളെ നിയന്ത്രിക്കാനാകുമോ? മഴയെ തടഞ്ഞു നിർത്താനാകുമോ? ഇല്ലെന്ന് ചെറുപ്പക്കാരൻ തലയാട്ടി. അയാൾ തുടർന്നു, എനിക്ക് സാധിക്കുന്നത് ഈ വഞ്ചിയെ നിയന്ത്രിക്കുക എന്നത് മാത്രമാണ്. അതെനിക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഏതു വശത്തേക്ക് പോകണം, എത്ര സ്പീഡിൽ പോകണം എന്നത് മാത്രമേ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയൂ. എന്നെക്കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത കാറ്റിനെക്കുറിച്ചും തിരകളെക്കുറിച്ചും മഴയെക്കുറിച്ചും എന്തിനാണ് ഞാൻ ആലോചിച്ച് അസ്വസ്ഥമാകുന്നത്? ചെറുപ്പക്കാരന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. നമുക്ക് നിയന്ത്രണ വിധേയമല്ലാത്ത കാര്യങ്ങളിൽ ആകുലപ്പെടാതെ നിയന്ത്രണ വിധേയമായവയെ ഏറ്റവും മനോഹരമാക്കുക. മുന്നോട്ട് തന്നെ പോകുക. ശുഭദിനം.